രോഹിത് നല്ലൊരു ക്യാപ്റ്റൻ മാത്രമല്ല നല്ലൊരു മനുഷ്യനാണെന്ന് ഇന്നലെ തെളിയിച്ചിരിക്കുകയാണ്. ഇന്നലെ സൗത്ത് ആഫ്രിക്ക കളി തോറ്റപ്പോൾ സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾ ഗ്രൗണ്ടിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മില്ലർ, ഷംസി തുടങ്ങിയ താരങ്ങൾ. ഈ സമയത്ത് രോഹിത് ശർമ്മ ചെയ്ത കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത്. ഈ ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗത്ത് ആഫ്രിക്ക ജയിക്കേണ്ട മത്സരമായിരുന്നു. അതുകൊണ്ട് ഇന്നലത്തെ തോൽവി സൗത്ത് ആഫ്രിക്കൻ ടീമിനെ ശരിക്ക് ബാധിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സൗത്ത് ആഫ്രിക്ക ഫൈനലിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കപ്പ് നേടണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇന്ത്യയേക്കാൾ ഏറെ കൊതിച്ചത് അവരായിരുന്നു. പക്ഷേ സൗത്ത് ആഫ്രിക്കൻ ടീമിന് കപ്പ് ലഭിച്ചില്ല. വിജയം തൊട്ടടുത്തെത്തി. എന്നിട്ടും ആ കപ്പ് ഇന്ത്യ തട്ടിയെടുത്തു. അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾ കളി കഴിഞ്ഞ് ഗ്രൗണ്ടിലിരുന്ന് കരയുകയായിരുന്നു. ഇതേ സമയം ഇന്ത്യൻ താരങ്ങൾ ഗ്രൗണ്ടിൽ വലിയ രീതിയിൽ സെലിബ്രേഷൻ നടത്തുകയായിരുന്നു. ആരും തന്നെ സൗത്ത് ആഫ്രിക്കൻ താരങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ ഈ സമയത്താണ് രോഹിത് ശർമ്മ അതുപോലത്തെ ഒരു പ്രവൃത്തി ചെയ്തത്. മില്ലർ അവിടെ ഗ്രൗണ്ടിലിരുന്ന് കരയുകയായിരുന്നു. ഈ സമയത്ത് രോഹിത് ശർമ്മ മില്ലറുടെ അടുത്ത് വന്ന് രോഹിത് ശർമ്മ സമാധാനിപ്പിച്ചു. മില്ലറുടെ സങ്കടത്തിൽ രോഹിത് ശർമ്മയും പങ്കുചേർന്നു. ഇതാണ് യഥാർത്ഥ ക്യാപ്റ്റൻ. വേൾഡ് കപ്പ് രോഹിത് ശർമ്മയ്ക്ക് ലഭിച്ചിട്ടും എതിർ ടീമിലെ താരങ്ങൾ കരഞ്ഞപ്പോൾ അത് രോഹിത്തിന് സഹിച്ചില്ല. അവരുടെ സങ്കടത്തിൽ രോഹിത്തും പങ്കുചേർന്നു. ഇന്നലെ കളി കഴിഞ്ഞ് മില്ലർ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. രോഹിത് ശർമ്മ ഒരു മഹാനായ മനുഷ്യനാണെന്നാണ് മില്ലർ പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നു. എല്ലാവരോടുമുള്ള അദ്ദേഹത്തിന്റെ ഈ പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതായിരിക്കണം യഥാർത്ഥ ക്യാപ്റ്റൻ എന്നാണ് മില്ലർ പറഞ്ഞത്. രോഹിത് ശർമ്മ നല്ല മനുഷ്യനാണെന്ന് നമുക്കറിയാം. കപ്പ് ലഭിച്ചാലും എതിർ ടീമിലെ താരങ്ങൾ കരഞ്ഞപ്പോൾ രോഹിത്തിന് അത് സഹിച്ചില്ല. അതുകൊണ്ട് താരങ്ങളുടെ അടുത്തേക്ക് പോയി അവരെ സമാധാനിപ്പിച്ചു. എന്തായാലും ഇന്ത്യ വർഷങ്ങൾക്ക് ശേഷമാണ് വേൾഡ് കപ്പ് നേടിയിരിക്കുന്നത്. എന്തായാലും രോഹിത് ശർമ്മ ഇനി ചരിത്രത്തിന്റെ ഭാഗമാകും. ധോണിക്ക് ശേഷം ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിത്തന്നത് രോഹിത്താണ്.